അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഇന്നൊക്കെ ഒരു 1.5 ആഴ്ചയായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ എന്തെടുക്കാത്തെന്ന് വെച്ചാൽ വണ്ടിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ AC-ൻ്റെ കംപ്രസറിൻ്റെ അവിടെ നിന്ന് എന്തോ ഒരു ലീക്ക് ഉണ്ട്. പിന്നെ അത് വെച്ചിട്ട് വണ്ടി ഓടിക്കുക, അതല്ല സീന്. ഈ ഷോക്ക് അബ്സറിൻ്റെ അവിടെ ചെറിയൊരു സൗണ്ട് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല ഓടിക്കുക. പക്ഷേ മെയിൻ ഈ ഡ്രമ്മ് കട്ട് ചെയ്യാണ്ട് ഭാഗത്തുള്ള അതൊരു മെയിൻ പ്രശ്നമുണ്ട്. വണ്ടിക്ക് ബ്രേക്കിങ്ങിന് ഇത്ര എഫിഷ്യൻസി ഇല്ല. നമ്മൾ വിചാരിച്ച കൊടുത്തല്ല വണ്ടി നിൽക്കുക ചവിട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ പണിയെടുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയിട്ടാണ്, പണിയെടുപ്പിക്കാൻ വർക്ക്ഷോപ്പ് കയറ്റാൻ വേണ്ടി. അപ്പോൾ കയറ്റാൻ ആസ് യൂഷ്വൽ വണ്ടി വീട്ടിലത്തെ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു നോക്കി. അപ്പോൾ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞു, ഇപ്പോൾ ഇതൊന്നും വണ്ടി നന്നാക്കണ്ട, നിങ്ങൾക്ക് വണ്ടിയോട്ടുള്ള കറക്കം കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വണ്ടി നിർത്തിയിട്ടാന്നല്ല വേറെ രക്ഷ ചെയ്യല്ലോ. ഇപ്രാവശ്യത്തെ അക്കൗണ്ട്സ് നോക്കി മാസത്തെ. അപ്പോൾ വണ്ടി കുറേ ചിലവാക്കിയിരിക്കണേ. നമ്മൾ ഒന്നാമത് എന്താ പറയുക, നമ്മുടെ അടുത്ത് ബൈക്കില്ല, കാറുള്ളി. അപ്പോൾ ഈ തേരാപ്പാര വട്ടത്തിലൊക്കെ ഈ കാർ എടുക്കും. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് അലൈൻമെൻ്റ് ആവല്, ടയർ തേയുന്നു, ഇങ്ങനെ വണ്ടിക്ക് അങ്ങോട്ട് ഫുൾ പണി വരുത്താണ് നമ്മൾ എടുത്തിട്ട്. അപ്പം ഞങ്ങളും തന്നെ തീരുമാനിച്ചു പ്രാവശ്യം ഇനി വണ്ടി എടുക്കണ്ട, വണ്ടിയാണ് കയറ്റിയിടാന്ന്. അപ്പം 1.5 ആഴ്ചയായി വണ്ടി കയറ്റിട്ടിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. ഇനി എത്ര ദിവസം അങ്ങനെ പോകുന്നറിയില്ല. എന്നാലും സെറ്റാണ് ആള്. അല്ലറ ചില്ലറ വണ്ടി കേട്ട് 6,000 രൂപ പണിയുള്ളൂ. എടുത്താൽ സെറ്റാണ് വണ്ടി. ഇനി വേറെ സീനൊന്നുമില്ല. നിർത്തിയിട്ട് പൊടിയാവുണ്ടെന്നാണ് ഇപ്പോൾ ചെറു ഉണ്ടായത്. വല്ലാണ്ടൊന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ പ്രശ്നം. വർക്ക്ഷോപ്പ് കയറ്റണം. നമുക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് അതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടിയാലാണ് നമുക്ക് കയറ്റാനുള്ളൂ. അപ്പോൾ വെയിറ്റിംഗ് ആണ്.